പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആംഗ്ലിക്കൽ ചർച്ചിൻ്റെ ഒരു പുരോഹിതനായിരുന്ന ബ്രദർ മനോജ് ഈ നാളുകളിലായി കാണിക്കുന്ന പ്രക്രിയകൾ ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമാണോ എന്ന് സ്വയം പരിശോധിക്കുകയും ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനം ബൈബിളിൽ എന്താണ് പറയുന്നത് എന്ന് പഠിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നാം നമ്മുടെ മാനസിക സ്ഥിതിയിൽ കാട്ടിക്കൂട്ടുന്നതല്ല ദൈവവചനത്തിനനുസരണമാണ്, അല്ലെങ്കിൽ ദൈവ സ്നേഹത്തിന്റെ പ്രദർശനമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവം സ്നേഹമാണ്. ആ സ്നേഹവാനായ ദൈവം സ്നേഹം പ്രദർശിപ്പിക്കുവാൻ ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ട് ഗ്രഹിക്കുവാനുള്ള കഴിവ് ഈ മനോജ് എന്ന് പറയുന്ന പഴയ പുരോഹിതന് ഇല്ലാതെ പോയി. നാം ഏതെങ്കിലും മതത്തെ അവഹേളിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ സാരം. മറ്റൊരു മതത്തിൻ്റെ ആചാരം അനുഷ്ഠിച്ചാൽ അത് ദൈവസ്നേഹമായി തീരും എന്ന് ആരാണ് പഠിപ്പിച്ചത്? എവിടെയാണ് പഠിപ്പിച്ചത്? മറ്റൊരു മതത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നാം വിശ്വസിക്കുന്ന മതം ഏതുമായിക്കൊള്ളട്ടെ, ആ മതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഠിപ്പിക്കുന്ന മതത്തിൻ്റെ ആചാരങ്ങൾ അനുസരിച്ച് മുൻപോട്ട് പോയാൽ അവിടെ ദൈവസ്നേഹം ലഭിക്കും, അതാണ് ദൈവസ്നേഹം എന്ന് പഠിപ്പിക്കുന്ന ഒരു മൂഢചിന്തയിലാണ് ബ്രദർ മനോജ് കടന്നു പോകുന്നത്. അതൊരിക്കലും സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന ചിന്തയ്ക്ക് വിപരീതമാണ്. കാരണം സ്നേഹം എന്നാൽ എന്താ? ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവം സ്നേഹമാണ്. ആ സ്നേഹം എങ്ങനെയാണ് പ്രകടമാക്കേണ്ടത്? ആ സ്നേഹം പ്രകടമാക്കേണ്ട വിധം ബൈബിൾ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിപ്പിക്കാതെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആചാരത്തിൻ്റെ രീതി അനുസരിച്ച് അവിടെ ചെന്നാൽ അവർ പ്രീതിതരായിത്തീരും, അത് അവരെ സ്നേഹിക്കുന്നതിന് തുല്യമാണ് എന്ന് ചിന്തിക്കുന്നത് വലിയ അബദ്ധമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം. ആ സ്നേഹം അവരുടെ ആരാധനയിൽ ചെന്ന് അവരുടെ ആരാധനാ വിഷയം ദൈവമായിട്ടുള്ള വിഷയമാണ്. അവരുടെ ആചാരം അനുസരിക്കുക എന്നുള്ളതല്ല അല്ല ആ സ്നേഹം പ്രകടമാക്കുവാൻ ദൈവം വെച്ച വ്യവസ്ഥ. അതിന് ബൈബിൾ പറയുന്ന മറുപടി എന്താണെന്നറിയാവോ? അത് ക്രിസ്ത്യാനിയാണെങ്കിലും മറ്റ് ഏത് ആണെങ്കിലും വിഗ്രഹത്തെ, ഒരു ദൈവത്തിൻ്റെ രൂപമുണ്ടാക്കി അതിനെ ആരാധിക്കുന്ന, അതിനെ പോയി കാണുന്ന, അതിനെ പോയി വണങ്ങുന്നതിന് വിഗ്രഹാരാധന എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. വിഗ്രഹാരാധന ബൈബിൾ പഠിപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിന് എതിരായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. വെളിപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ POC ബൈബിൾ വായിച്ചാൽ മതി, അതിൻ്റെ അവസാനം എഴുതിയിട്ടുണ്ട് വിഗ്രഹാരാധന വേശ്യാവൃത്തിയാണ് എന്നാണ് പറയുന്നത്. സ്നേഹം എന്താണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന സ്നേഹം അറിഞ്ഞിട്ടില്ലാത്ത, അത് മറ്റുള്ളവരെ പഠിപ്പിക്കാത്ത ഏതൊരു വ്യക്തിക്കും പറ്റുന്ന ഒരബദ്ധമാണ് പ്രിയ മനോജിനും സംഭവിച്ചത്. എനിക്ക് തോന്നുന്നത് ആംഗ്ലിക്കൽ ചർച്ചിലെ ഒരു ബിഷപ്പ് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹോദരനുണ്ടല്ലോ, ഈ കഴിഞ്ഞ ദിവസം ആക്സിഡന്റിൽ മരിച്ചുപോയ സുധി കൊല്ലം,
സുതി കൊല്ലം എന്ന് പറയുന്ന ആ സഹോദരന്റെ ഭാര്യയ്ക്കും തന്റെ കുഞ്ഞുങ്ങൾക്കുമായിട്ട് വീട് വയ്ക്കുവാൻ സ്ഥലം കൊടുത്തു. അദ്ദേഹം ജാതി നോക്കിയല്ല മതം നോക്കിയല്ല അത് ചെയ്തത്. കാരണം എനിക്ക് തോന്നുന്നു സുതി ഒരു ക്രിസ്തീയ യുവതിയെ അല്ലെങ്കിൽ ആംഗ്ലിക്കൽ ചർച്ചിലുള്ള ഒരു യുവതിയെ വിവാഹം കഴിച്ചു. സുതി ഒരിക്കലും ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ലായിരിക്കാം. എങ്കിലും ആ പുരോഹിതൻ അല്ലെങ്കിൽ ആ ബിഷപ്പ് ചെയ്ത ആ പ്രവൃത്തിക്കാണ് സ്നേഹമെന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ മനുഷ്യരെ സ്നേഹിക്കേണ്ടത്. ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടിൽ അവന്റെ ഇല്ലായ്മയിൽ നമുക്കുണ്ടെങ്കിൽ ബൈബിൾ അതാ പഠിപ്പിക്കുന്നത്, രണ്ടുള്ളവനൊന്നും ഇല്ലാത്തവന് കൊടുക്കണമെന്നാണ്. അത് പ്രവർത്തിക്കാതെ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള വിഗ്രഹാരാധനയിൽ ഒരുവൻ ചെന്ന് വിഗ്രഹത്തെ ആരാധിക്കുവാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തു, അത് സ്നേഹമാണെന്നൊക്കെ പ്രകടമാക്കി മുൻപോട്ട് പോയാൽ അതിന് സ്നേഹം എന്നല്ല പറയേണ്ടത്. മനുഷ്യൻ ഈ നാളുകളിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ക്രൈസ്തവ മതത്തിലുമുണ്ട്, എല്ലാ മതങ്ങളിലുമുണ്ട്. അത് മതങ്ങളെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുമ്പോൾ അത് മനസ്സിലാകും. മതത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ആദ്യം പഠിക്കണം. എല്ലാ മതത്തിനും ഒരേ ഉദ്ദേശമല്ല. എല്ലാ മതവും ചെന്ന് ഒരിടത്തല്ല ചെന്ന് ചേരുന്നത്. അതൊക്കെ നന്നായിട്ട് പഠിക്കുന്നത് വളരെ ഉചിതമാണ്. അപ്പോൾ ഒരു മതത്തിന്റെ ആചാരം ബൈബിളിന് വിരുദ്ധമാണെങ്കിൽ അവരെ നമ്മൾ പരിഹസിക്കണ്ട, അവരെ നമ്മൾ കളിയാക്കണ്ട. അവരുടെ ആചാരം അവർ ചെയ്തോട്ടെ. ഒരു മതത്തിന്റെ കുപ്പായം ഇട്ടിരിക്കുന്ന പുരോഹിതനായിരിക്കുന്ന നിങ്ങൾക്ക് അത് ചെയ്യാൻ പാടില്ല എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പഠിപ്പിച്ചു. ആ യഥാർത്ഥ സ്നേഹം കാൽവരി ക്രൂശിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവസ്നേഹം എന്ന് പറയുന്നത് ബൈബിൾ പഠിപ്പിക്കുന്നു മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. അവന്റെ ബുദ്ധിമുട്ടും അവന്റെ പ്രയാസവും കണ്ട് അവന് മതം നോക്കാതെ ജാതി നോക്കാതെ അവനെ സഹായിക്കുന്നതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. അവിടെ മതം നോക്കാൻ പാടില്ല, ജാതി നോക്കാൻ പാടില്ല. ഒരുവന്റെ വിശക്കുന്നവന് നിന്റെ ആഹാരം എടുത്തു കൊടുക്കണം എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. വസ്ത്രമില്ലാത്തവന് നിന്റെ വസ്ത്രം എടുത്തു കൊടുക്കണം എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള സ്നേഹമാണ് സ്നേഹിത മനോജ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. അല്ലാതെ താങ്കൾ ഇവിടെ കാട്ടിക്കൂട്ടുന്നതൊന്നും ദൈവസ്നേഹമല്ല. അത് മനോജിന്റെ എന്തോ മനോവിഭ്രമത്തിൽ നിന്ന് വന്ന എന്തോ ഒരു തെറ്റിദ്ധാരണയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, നമ്മളിവിടെ അമ്പലങ്ങളിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും വലിയ പെരുന്നാളുകൾ, പണമുണ്ടെങ്കിൽ പണമുള്ളവൻ ലക്ഷങ്ങൾ മുടക്കി പെരുന്നാൾ നടത്തും. എന്തിനാ? ദൈവം പ്രസാദിക്കും എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു ദൈവം സത്യദൈവമല്ല. കാരണം ആ പള്ളിയിൽ തന്നെ അല്ലെങ്കിൽ അവിടെ അടുത്ത് തന്നെ അവന്റെ അയൽവാസി തന്നെ പട്ടിണി കിടക്കുമ്പോൾ, ഒരു നേരത്തെ ആഹാരം കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കാനായിട്ട് വകയില്ലാതെ കിടക്കുമ്പോൾ, ഇവന്റെ മുഴുപ്പ് കാണിക്കാൻ വേണ്ടി, ഇവൻ എന്തോ വലിയ വ്യക്തിയാണെന്ന് കാണിക്കാൻ വേണ്ടി പെരുന്നാൾ നടത്തുക, വെടിപൊട്ടിക്കുക, വെടിനേർച്ച. അത് പാവങ്ങൾക്ക് അതിന്റെ പൈസ കൊടുത്ത് ഏതു ജാതി നോക്കാതെ അവന് കൊടുക്കുന്നതാണ് ദൈവസ്നേഹം. അല്ലാതെ മറ്റു മതങ്ങൾ അല്ലെങ്കിൽ ബൈബിൾ പ്രകാരം വിഗ്രഹാരാധന തെറ്റാണ്. ബൈബിൾ പ്രകാരം വിഗ്രഹാരാധനയ്ക്ക് വേശ്യാവൃത്തി എന്നാണ് പറയുന്നത്. വേശ്യാവൃത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം സ്വന്തം ഭർത്താവുള്ളപ്പോൾ ആ ഭർത്താവിനെ വകവയ്ക്കാതെ മറ്റു പല വ്യക്തികളുടെ പുറകെ പോകുന്ന അവിഹിത ബന്ധത്തിനാണ് വേശ്യാവൃത്തി എന്ന് പറയുന്നത്. ക്രിസ്ത്യാനി ആരാധിക്കേണ്ട ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ മാറ്റിവെച്ചതിന് ശേഷം എല്ലാവരെയും സ്നേഹിക്കാൻ അവരുടെ മറ്റുള്ള മതങ്ങളുടെ ആചാരം അനുസരിച്ച് മുൻപോട്ട് പോകുക എന്നുള്ളത് ബൈബിൾ പ്രകാരം തെറ്റാ. അതല്ല സ്നേഹം. നിങ്ങൾക്ക് പറ്റുമെങ്കിലേ നിങ്ങളാ മുടക്കുന്ന കാശ് അതിനോട് കൂട്ടി പാവങ്ങളെ സഹായിക്കുക. അതല്ലേ ആംഗ്ലിക്കൽ ബിഷപ്പ് ചെയ്തത്. സ്ഥലം കൊടുത്തു,
അതുപോലെ അതല്ലേ നമ്മുടെ 24 ചാനലിൻ്റെ ശ്രീകണ്ഠൻ നായർ സാറ് ചെയ്തത്. അദ്ദേഹത്തിന് വീട് കൊടുക്കാം എന്ന് അദ്ദേഹം വാക്ക് പറഞ്ഞു. അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ പള്ളികളിലും അമ്പലങ്ങളിലും പെരുന്നാൾ നടത്തി വലിയ ഘോഷം നടത്തി അവിടെ വെടിപൊട്ടിച്ച് ലക്ഷങ്ങൾ അവിടെ തൂത്തെറിയുന്നതല്ല സ്നേഹം. അത് ദൈവസ്നേഹമല്ല. അത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ദൈവം അത് വെറുക്കുന്നു. നിങ്ങളുടെ ഉത്സവങ്ങളും നിങ്ങളുടെ എല്ലാം എൻ്റെ കണ്ണിൽ മുമ്പിൽ നിന്ന് നീക്കിക്കളയുവിൻ എന്നാണ് പറയുന്നത്. അത് ഞാൻ കണ്ടു മടുത്തു എന്നാണ് യെശയ്യാപ്രവചനം 1-ാം അധ്യായം ഫാദർ മനോജ് ഒന്ന് വായിക്കണം. അത് ഞാൻ കണ്ടു മടുത്തു. ഈ നേർച്ച കാഴ്ചകളും പെരുന്നാളുകളും ആഘോഷങ്ങളും ഒന്നുമല്ല. പാവങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ, ഒട്ടിയ വയറുമായി പാവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലയുമ്പോൾ, കൊച്ചുകുട്ടികൾ വിശപ്പ് കൊണ്ട് ഉരുളുമ്പോൾ, പള്ളിയിൽ പെരുന്നാൾ നടത്തിയും പള്ളിയിൽ പടക്കം പൊട്ടിച്ചും അമ്പലങ്ങളിൽ ഘോഷം നടത്തിയും നടത്തുന്ന പ്രക്രിയ ഒരിക്കലും ദൈവസ്നേഹമല്ല. അത് മാനസിക വിഭ്രാന്തി എന്ന് വേണ്ടി എന്ന് പറയാം. ഞാൻ ഒന്നുകൂടെ ചില വാക്യങ്ങൾ എൻ്റെ മാന്യ സ്നേഹിതർക്കായിട്ട് വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചുകൊണ്ടതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരനെ മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? ഒന്ന് ശ്രദ്ധിക്കണേ. വലിയ പള്ളിപ്പെരുന്നാളുകളും ആഘോഷങ്ങളും നടത്തി, വലിയ വെടിക്കെട്ട് ഉത്സവങ്ങളും നടത്തുന്ന പ്രമാണികൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. നിങ്ങളുടെ ആ പ്രൗഢികൾ കാണാൻ ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ല. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. സത്യദൈവമാണെങ്കിൽ ആഗ്രഹിക്കുന്നില്ല. സത്യദൈവം അല്ലാത്ത ദൈവങ്ങളുണ്ട്, അവർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ വായിക്കാം. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. പ്രാണനെ, കൂട്ടുകാരന് വേണ്ടി, സ്നേഹിതന് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടി വന്നാൽ അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതം, അതാണ് സ്നേഹമെന്ന് പറയുന്നത്. അല്ലാതെ പള്ളികളിലും അമ്പലങ്ങളിലും പോയി ഉരുൾ നേർച്ച നടത്തുകയും വെടിക്കെട്ട് നടത്തുകയും പെരുന്നാൾ നടത്തുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയല്ല സ്നേഹമെന്ന് പറയുന്നത്. പിന്നെ വായിക്കുകയാണ്, എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? പിന്നെ പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ അറിയാം, തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നാം അന്യോന്യം സ്നേഹിക്കണമെന്നല്ലോ ആകുന്നു. അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. എന്നിട്ടാ പറയുന്നത്, എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? മനസ്സിലായോ? അയൽവാസി പട്ടിണി കിടക്കുമ്പോഴേ നീ അവിടെ വലിയ സദ്യ നടത്തി ആഘോഷം നടത്തി സുഖിക്കുന്നതല്ല ദൈവസ്നേഹം. ആരാരോട് പറയാൻ, അല്ലേ?
നമുക്കറിയാം, ഒരു സ്നേഹത്തിന്റെ ഒരു പ്രതീകമായിട്ടൊരു സംഭവം വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശു പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. കള്ളന്മാർ അവനെ പിടിച്ചു, അർത്ഥപ്രാണനായി. അവന്റെ വസ്ത്രം ഉരിഞ്ഞെടുത്തു, അവനെ മുറിവേൽപ്പിച്ച് വഴിയിലിട്ടു. അതുവഴി ഒരു പുരോഹിതൻ വന്നു. പുള്ളിക്കാരൻ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയി. പിന്നെ അതുവഴി വന്ന് ലേവ്യൻ എന്ന് പറഞ്ഞ അടുത്ത പുരോഹിതനാകേണ്ട ആളാ. അവനും വഴി മാറി കടന്നുപോയി. അതിന് വേറെ കാര്യങ്ങളുണ്ട് കേട്ടോ, അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. കാരണം ഇവർ ഈ വെള്ളക്കുപ്പായം എന്ന് പറയുന്ന ഒരു കുപ്പായമായിട്ടിരിക്കുന്നത്. അവിടെ ഒരു അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരു മനുഷ്യന്റെ, ഒരു മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെയോ രക്തം ഇവന്റെ ഈ പുരോഹിതന്റെ വസ്ത്രത്തിൽ പുരളാൻ പാടില്ല. അങ്ങനെ പുരണ്ടാൽ ആ വസ്ത്രം അശുദ്ധമായി. അങ്ങനെ അശുദ്ധമാകുകയും ആ ദൈവവ്യവസ്ഥ തെറ്റിച്ചു എന്നാണ് ന്യായപ്രമാണ പ്രകാരം പറയുന്നത്. അപ്പൊ അവർ രണ്ടുപേരും വഴി മാറിക്കടന്നുപോയി. ഒരു ശമരിയക്കാരൻ അതുവഴി വന്ന് ഈ മുറിവെറ്റ് കിടക്കുന്നവനെ എണ്ണ തേച്ച് അവന്റെ വാഹന മൃഗത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു എന്നാണ്. ഇതാണ് സ്നേഹമെന്ന് പറയുന്നത്. അല്ലാതെ വലിയ മല കയറുന്ന, ക്രിസ്ത്യാനികൾക്ക് മലകയറ്റമുണ്ട്, ഹിന്ദുക്കൾക്ക് മലകയറ്റമുണ്ട്. തൊട്ട അയൽവക്കത്ത് കിടക്കുന്നവന് പട്ടിണി കിടക്കുമ്പോൾ പണമെല്ലാം ഉണ്ടാക്കി നേർച്ച കാഴ്ചകളും അങ്ങനെ ഈ വലിയ തീർത്ഥാടനം നടത്തി പണം ചെലവാക്കുന്നതിനേക്കാൾ സ്വർഗത്തിലെ ദൈവം, ജീവനുള്ള ദൈവം ആഗ്രഹിക്കുന്ന ഒന്ന്. അയൽവാസിയുടെ പട്ടിണി മാറ്റാൻ നിനക്ക് പറ്റുമെങ്കിൽ, പട്ടിണി മാറ്റുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നീ അവന് പട്ടിണി മാറ്റി കൊടുക്കുക, അവൻ പോയി മദ്യപിക്കുക, ആ അർത്ഥത്തിലല്ല. നമുക്ക് ചെയ്യാവുന്ന ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്തു കാണിക്കുക, അതാണ് സ്നേഹം. ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള വിഗ്രഹങ്ങളെ ആരാധിച്ച് അവരുടെ പ്രീതി നിനക്ക് കിട്ടും, പക്ഷേ ദൈവം നിന്നെ സ്നേഹിക്കില്ല. ദൈവത്തെ മറന്ന് നീ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ബൈബിൾ വായിക്കുമ്പോൾ ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകയില്ല. മനസ്സിലായോ? വിഗ്രഹാരാധന പാപമാണെന്നൊരു ക്രിസ്ത്യാനിയോട് പ്രത്യേകിച്ച് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് പള്ളിയിലാണെങ്കിലും അമ്പലങ്ങളിലാണെങ്കിലും അത് പാവമാ. വിഗ്രഹത്തിൽ പോയി നേരുക എന്നുള്ളതല്ല ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, സത്യ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന സത്യം. അതിന് ബൈബിൾ പഠിക്കണം. നമ്മൾ നമ്മുടെ സമസൃഷ്ടങ്ങളോട് മനസ്സലിവ് തോന്നി അവന്റെ ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞ് നമുക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്യുന്നതാണ് യഥാർത്ഥ ദൈവസ്നേഹം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഒരു മതത്തിന്റെ ലോഹ അങ്ങോട്ട് ഊരി മറ്റു മതത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു വേഷം കെട്ടി അവരെ പ്രസാദിപ്പിക്കുവാൻ മുൻപോട്ട് പോകുന്നത് ഒരിക്കലും ദൈവം ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു സംഗതിയല്ല. ബൈബിളിന് വിരുദ്ധമാണ്. അത് വിഗ്രഹാരാധനയാണ്. വിഗ്രഹാരാധന പാവ. പാപികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. യേശു അല്ലെങ്കിൽ ബൈബിളിൽ വ്യക്തമാക്കി പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കോരേബിൽ നിങ്ങളോട് സംസാരിച്ചപ്പോൾ അവിടെ രൂപമൊന്നും കണ്ടില്ല, അതുകൊണ്ട് ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലുമുള്ള ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കുകയോ അവയെ നമസ്കരിക്കുകയോ പ്രണമിക്കുകയോ ചെയ്യരുത് എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ, ലോഹയിട്ട ഒരു പുരോഹിതൻ എല്ലാവരെയും സ്നേഹിക്കാൻ ഓടി നടക്കുക വളരെ കഷ്ടമെന്നേ ഇതിന് പറയേണ്ടു. അത് സ്നേഹമല്ല, അത് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യം കാണും. നമുക്കറിയാവുന്ന രാഷ്ട്രീയ മേഖലകളിലേക്ക് പലരും കടന്നു വരുന്നുണ്ട്. ആത്മീയ കോളത്തിൽ നിന്ന് തന്നെ അനേകർ കടന്നു വരുന്നുണ്ട് രാഷ്ട്രീയക്കാരുടെ പ്രീതി കിട്ടാൻ. അതിന് ഞാൻ എതിരല്ല. പക്ഷെ ഒരു സംഗതി നമുക്കറിയാം, വിശുദ്ധ ബൈബിളിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ട് അവിടെ ദൈവസ്നേഹമുണ്ട് എന്ന് പഠിപ്പിക്കുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല. യഥാർത്ഥ സ്നേഹം കേട്ടല്ലോ, അതിങ്ങനെയാണ്:
എന്നാൽ ഈ ലോകത്തിൽ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? നമ്മുടെ അയൽവാസികൾക്ക് അർഹതയുള്ളവർക്ക്, അർഹതയുള്ളവെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സ്ഥിരം ഒരുത്തൻ മദ്യപിക്കുക, അവനോട് എത്ര പറഞ്ഞിട്ടും മദ്യപാനം നിർത്തുന്നില്ല, അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ പട്ടിണിയാ. അപ്പോൾ ആരെങ്കിലും ദൈവസ്നേഹം വെച്ച് അവന് കൊണ്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? അത് അവന് വളമായിത്തീരും. അവൻ പിന്നെയും പിന്നെയും മദ്യപിക്കും, അവൻ മയക്കുമരുന്ന് അടിമയായി പോകും. അവനെ ബുദ്ധി ഉപദേശം നേരെയാക്കിയിട്ട് അവനെ നിലനിർത്താൻ വേണ്ട സഹായം ചെയ്യുക. അതിനുശേഷം അവൻ സ്വയമായിട്ട് അവൻ പണിയെടുത്ത് അവൻ കുടുംബം പോറ്റുക. പണിയെടുത്ത് കുടുംബം പോറ്റുവാൻ വേണ്ടിയുള്ള ഉപദേശങ്ങൾ കൊടുക്കുക. അതാ ഇവിടുത്തെ മതം സമ്മതിക്കാത്ത. മദ്യപാനിയായിട്ട് തന്നെ കിടന്നോട്ടെ, ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്നവൻ അങ്ങനെ ചെയ്തോട്ടെ, അവരോട് നിങ്ങൾ കൂടുതൽ ഉപദേശമൊന്നും പറയാൻ പോകണ്ട എന്നൊക്കെയാണ് ഇവിടുത്തെ മതം പഠിപ്പിക്കുന്നത്. പക്ഷേ ആയിരങ്ങൾ പതിനായിരങ്ങൾ മദ്യപാനവും മയക്കുമരുന്നും ഉപേക്ഷിച്ച് സമാധാനം കണ്ടെത്തിയ ആയിരങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. സുവിശേഷ നിമിത്തം. ഹല്ലേലൂയ. എനിക്കറിയാം, എനിക്ക് അനുഭവമുണ്ട്. ഞാനിവിടെ ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തുമ്പോൾ ഒരിക്കൽ കുറച്ച് പോലീസുകാർ വന്ന്, ഇവിടെ തന്നെയുള്ള അന്നുണ്ടായിരുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആൾക്കാർ വന്ന് പ്രസംഗം നിർത്തണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ അധികാരികളെ അനുസരിക്കണമല്ലോ. നിർത്തണമെന്ന് പറഞ്ഞു, നിർത്തി. അവിടെ തന്നെ അവർ പറഞ്ഞ വാക്ക് എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളൊരു സ്ഥലം കാണിച്ചു തരാം, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അവിടെ പോയി, അതൊരു പ്രത്യേക മേഖലയാണ്, ആ മേഖലയിൽ ചെറുപ്പക്കാർ കഞ്ചാവും മയക്കുമരുന്നും മാത്രം ഉപയോഗിച്ച് അവിടെ കിടക്കുകയും അവിടെ ഇരിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ പോയി നിങ്ങൾക്ക് സുവിശേഷം പറയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറയാം. ഇവരവിടെ പോയി പരിശ്രമിച്ചിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളവിടെ പോകാം, കാണിച്ചു തരാൻ പറഞ്ഞു. പക്ഷെ കാണിച്ചു തന്നില്ല. ഞങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നതാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് മയക്കുമരുന്നുകൾക്കും അതുപോലെ കഞ്ചാവിനും അടിമകളായ പലരെയും വിടുവിച്ച് അവരിന്ന് മാന്യമായി കുടുംബം നോക്കുന്ന 1 അല്ല 9 അല്ല അനവധി യുവാക്കന്മാരെ കാണിച്ചു തരുവാൻ കഴിയും. അതിവിടെ ചെയ്യാൻ പാടില്ലെന്നാണ് മതം പഠിപ്പിക്കുന്നത്. ഏതായിരുന്നാലും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പ്രകടമാക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള മതത്തിന്റെ ആചാരമനുസരിച്ച് അവരെ പ്രീതിപ്പെടുത്താൻ അവരുടെ പ്രീതി കിട്ടും. അവരുടെ പ്രീതിക്ക് വേണ്ടി പോകുന്നുവെങ്കിൽ തന്നെയും അത് നിലനിൽക്കുകയില്ല. കാരണം സത്യദൈവത്തെ ദൈവം പറഞ്ഞ പ്രമാണം മറന്നിട്ടാണ് ഈ വിഗ്രഹാരാധനയിലേക്ക് പോകുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്നു, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകയില്ല എന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമെന്ന് പറയുന്നത് മറ്റുള്ള മതങ്ങൾ വെച്ചിരിക്കുന്ന ആചാരമനുസരിച്ച് അവിടെ പോയി അവരെയും പ്രീതിപ്പെടുത്തി, ഇസ്ലാം മതത്തെയും പ്രീതിപ്പെടുത്തി, ഹിന്ദു മതത്തെയും പ്രീതിപ്പെടുത്തി, ക്രിസ്ത്യ മതത്തെയും പ്രീതിപ്പെടുത്തി പോകുന്നതല്ല സ്നേഹമെന്ന് പറയുന്നത്. സ്നേഹമെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക്, അർഹതപ്പെട്ടവർക്ക് ചെയ്യേണ്ടതായ ഉപകാരങ്ങൾ ചെയ്യുക. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നിന്റെ ആഹാരം മറ്റുള്ളവർക്ക് നീ കൊടുക്കുക, നിന്റെ വസ്ത്രം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അർഹതയുള്ളവർക്ക്. അർഹതയില്ലാത്തവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ സ്നേഹം എന്താണെന്ന് പ്രിയ മനോജ് ബ്രദർ പഠിക്കുക. പഠിച്ചിട്ട് സത്യസുവിശേഷത്തിന് വേണ്ടി ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി നിൽക്കുക. അല്ലെങ്കിൽ ഈ പണിക്ക് പോകരുത്. രണ്ട് കട നടക്കുകയില്ല. സത്യസുവിശേഷം പ്രസംഗിക്കാണ്ട് വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പണിക്ക് നിൽക്കുക. എല്ലാ മതത്തെയും പ്രീതിപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ ആർക്കും കഴിയില്ല. ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള വിശ്വാസ പ്രമാണമുണ്ട്. ആ വിശ്വാസ പ്രമാണം അനുസരിച്ച് മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള മതങ്ങളെ ദ്രോഹിക്കുക എന്നുള്ളതല്ല, ഉപദ്രവിക്കുക എന്നുള്ളതല്ല, അതൊരിക്കലും നമ്മൾ ചെയ്യുന്നില്ല. എന്നാൽ അവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന ഉപകാരങ്ങൾ, നമ്മളാൽ പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ദൈവസ്നേഹം പ്രകടമാക്കേണ്ടത്. അല്ലാതെ ഈ മനോജ് ബ്രദർ കാണിക്കുന്നതൊക്കെ ദൈവസ്നേഹമാണെന്ന് ആരെങ്കിലും ബൈബിൾ അറിയാത്ത
ആരെങ്കിലും അത് വിശ്വസിച്ചേക്കാം. ബൈബിൾ വ്യക്തമായിട്ട് അറിയുന്ന ഒരു വ്യക്തി ഒരിക്കലും അത് വിശ്വസിക്കില്ല. കാരണം നമുക്ക് ധാരാളം പേരെ ഉണ്ടെന്നേ. ഇവിടെ തൃശ്ശൂർ ഒരു ഫാദറില്ലേ, തൻ്റെ കരള് മുറിച്ചു കൊടുത്തു. അതുപോലെ നമ്മുടെ അങ്ങനെ പലരുമുണ്ട്. അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു. പണം കൊടുത്ത് സഹായിക്കുന്ന, പാവങ്ങളെ സഹായിക്കുന്ന, നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ നോക്കുമ്പോൾ കാണാം ഒത്തിരി ചെറുപ്പക്കാരിന്ന് ഈ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി സഹായിക്കുന്നവരുണ്ട്. അതിനകത്ത് പണം ഉണ്ടാക്കാൻ വേണ്ടി തട്ടിപ്പ് നടത്തുന്നവരുമുണ്ട്. എന്നാൽ അതിനകത്ത് ആത്മാർത്ഥമായിട്ട് പാവങ്ങളെ സഹായിക്കുന്ന ധാരാളം പേര് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അവരോരോ വീടുകളിൽ ചെല്ലുന്നു, പാവപ്പെട്ടവരെ സഹായിക്കുന്നു. ഭർത്താവില്ലാത്ത കുഞ്ഞുങ്ങളെല്ലാം രോഗികളായി, ഭർത്താവും രോഗിയായി കിടക്കുന്ന അനേക വ്യക്തികളെ, ഭാര്യ രോഗിയായി കിടക്കുന്ന അനേക കുടുംബങ്ങളെ, അങ്ങനെ അനവധി കുടുംബങ്ങളെ സഹായിക്കുന്ന, അതൊക്കെയാണ് സ്നേഹമെന്ന് പറയുന്നത്. അതൊക്കെയാണ് ദൈവസ്നേഹം. അതൊക്കെ മാറ്റിവെച്ചിട്ട് ഏതെങ്കിലും മതം എവിടെങ്കിലും കാണിച്ചിരിക്കുന്ന ഉത്സവം ആചരിച്ച് അതിൻ്റെ ആചാരമനുസരിച്ച് അവിടെ നേർച്ച കൊടുത്ത് മുൻപോട്ട് പോകുന്നതാണ് സ്നേഹമെന്ന് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ അത് അബദ്ധമാണ്. ഏതെങ്കിലും ബന്ധക്കോസുകാരനുണ്ടെങ്കിൽ അത് അബദ്ധമാണ്. ഏതെങ്കിലും കത്തോലിക്കനോ യാക്കോബയോ ഓർത്തഡോക്സോ CSIയോ മർത്തോമയോ ഉണ്ടെങ്കിൽ അത് അബദ്ധമാണ് ചെയ്യുന്നത്. ദൈവവചനത്തിന് വിരുദ്ധമാണത് ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ നമ്മുടെ വാക്കുകൊണ്ടല്ല, നമ്മുടെ പ്രവൃത്തി കൊണ്ട് സ്നേഹിക്കാൻ പഠിക്കുക. യേശു പഠിപ്പിച്ച സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമ്മളാൽ ആവുന്നത് ചെയ്യുക. അങ്ങനെ മുൻപോട്ട് പോയാൽ ദൈവം പ്രസാദിക്കും, അല്ലെങ്കിൽ ദൈവപ്രസാദം ലഭിക്കുകയില്ല. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി അദ്ദേഹത്തിന്റെ മതത്തിന് മാത്രമല്ല, മറ്റു പല ക്രൈസ്തവ സമൂഹത്തിനും അതൊരു ചോദ്യചിഹ്നമായിട്ട് വന്നിട്ടുണ്ട്. ആരെ വേണമെങ്കിലും ആരാധിക്കാം കേട്ടോ, അതിനകത്ത് അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. ആരെ വേണമെങ്കിലും ആരാധിക്കാം, അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്, അത് നമ്മുടെ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്. എന്നാൽ തന്റെ ചില പ്രയോഗങ്ങളും തന്റെ ഭാഷാ ശൈലികളുമൊക്കെ വളരെ തെറ്റായി ഉള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതായിട്ട് കണ്ടതുകൊണ്ടാണ്, നിങ്ങൾക്ക് അത് കണ്ടു കാണും, കേട്ട് കാണും, ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അരുത് സഹോദര, വിഗ്രഹങ്ങളെ, നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിൽ വിഗ്രഹങ്ങളെ ആരാധിക്കരുത്. ഹൈന്ദവ ആചാരപ്രകാരം അവർക്ക് വിഗ്രഹമുണ്ട്, വിഗ്രഹത്തെ ആരാധിക്കാം, അവരുടെ വിശ്വാസ പ്രമാണമാണ്, അതിനെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഈ ലോകം ഇട്ടുകൊണ്ട് ഉള്ള പരിപാടി അത് ശരിയായിട്ടുള്ളൊരു രീതിയല്ല. ബൈബിൾ നന്നായിട്ട് പഠിക്കുക, ബൈബിൾ വായിക്കുക. ബൈബിളിൽ പറയുന്ന ദൈവം ആരാണ് അത് പോലും ആ ഫാദറിന് അറിയത്തില്ല. ബൈബിളിൽ പഠിപ്പിക്കുന്ന ദൈവം ആരാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയത്തില്ല. ആ ദൈവത്തെ അദ്ദേഹം കണ്ടിട്ടുമില്ല. അദ്ദേഹത്തിന് ആ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അദ്ദേഹം പിന്നെ ഏതെങ്കിലും മതത്തിന്റെ പ്രീതിക്ക് വേണ്ടി ലോഹയിട്ടു, സർട്ടിഫിക്കറ്റ് കിട്ടി, അങ്ങനെ ജനത്തെ കുറച്ചു നാൾ കൊണ്ടുപോയി. ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവം ആരെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാത്ത, അദ്ദേഹത്തിന്റെ ഭാഷാശൈലിയിൽ നിന്ന് ഞാനത് ഗ്രഹിച്ചു കേട്ടോ, മനസ്സിലാക്കാത്ത ഒരു പുരോഹിതനാണ്. എന്നിട്ടും അദ്ദേഹം ബൈബിളിനെ തള്ളിപ്പറയുന്നില്ല. തള്ളിപ്പറയാതെ നിന്നുകൊണ്ട് മറ്റുള്ളതെല്ലാം ശരി, അവിടുത്തെ ആത്മാവും എന്നിലുള്ള ആത്മാവും എല്ലാം ഒന്നാണ് എന്നാണ് പറയുന്നത്. അതെങ്ങനെ ശരിയാകും? നമ്മൾ മറ്റുള്ളവരെ വിഡ്ഢികളാക്കാനായിട്ട് നോക്കരുത്. ദൈവത്തെ വിഡ്ഢിയാക്കാനായിട്ട് ശ്രമിക്കരുത്. ദൈവസ്നേഹം വിഗ്രഹങ്ങളെ, മറ്റുള്ള മതങ്ങളുടെ വിഗ്രഹങ്ങളെ പോയി ആരാധിക്കുന്നതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യരുത്. മറ്റുള്ള മതങ്ങളുടെ ആചാരം അനുസരിച്ച് നമ്മളും പോകുന്നതല്ല അവരോടുള്ള സ്നേഹം. അവരോടുള്ള സ്നേഹം, അവരിൽ പാവങ്ങളുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിച്ച്, അവരുടെ പട്ടിണി കിടക്കുന്നുവെങ്കിൽ അവരുടെ പട്ടിണി മാറ്റാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അങ്ങനെ ദൈവസ്നേഹം നിന്നിലൂടെ പ്രകടമാകട്ടെ. ഞാനിത് പറയുന്നത് ബൈബിളിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ഞാനൊരു ബൈബിൾ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗകനാണ്, ഞാനൊരു സുവിശേഷകനാണ്.
എന്താണ് ബൈബിളിൽ പറയുന്ന ദൈവം ആരാണെന്നും ആ ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നും മറ്റുള്ള സമൂഹത്തോട് നമ്മൾ എങ്ങനെ ഇടപെടണമെന്നും നന്നായിട്ട് പഠിപ്പിച്ചിട്ടുമുണ്ട്. മറ്റുള്ള മതത്തെ പുച്ഛിച്ച് പുറന്തള്ളുകയല്ല നമ്മുടെ ലക്ഷ്യം. പക്ഷേ എന്റെ ലക്ഷ്യം മതം വളർത്തുക എന്നുള്ളതല്ല. എന്റേന്ന് മാത്രമല്ല, ഞങ്ങളുടെ കൂടെയുള്ള പല സഹോദരങ്ങളുടെയും ലക്ഷ്യം മതം വളർത്തുകയല്ല. ഞങ്ങളുടെ ലക്ഷ്യം മനുഷ്യനെ നല്ല വഴിയിൽ സഞ്ചരിപ്പിച്ച് അവന്റെ മദ്യപാനത്തിൽ നിന്നും, അവന്റെ ദുർമാർഗത്തിൽ നിന്നും, അവന്റെ വിഗ്രഹാരാധനയിൽ നിന്നും, അത് എടുത്തു പറയേണ്ട ഒന്നാ. അവൻ വിഗ്രഹങ്ങളെ ആരാധിക്കുകയാണെങ്കിൽ വിഗ്രഹാരാധന ബൈബിൾ പ്രകാരം പാവുക. അവന്റെ വിഗ്രഹാരാധനയിൽ നിന്നും വിടുവിച്ച്, മദ്യപാനത്തിൽ നിന്ന് വിടുവിച്ച്, ദുർമാർഗത്തിൽ നിന്ന് വിടുവിച്ച്, അവൻ പോകുന്ന വഴി തെറ്റാണെങ്കിൽ അവനെ നേരായ പാതയിൽ, മറ്റുള്ളവർക്ക് മര്യാദ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്ന പാതയിൽ അവനെ നടത്തുവാൻ ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് അനേകർ കടന്നു വരുന്നുണ്ട്. അനേക യുവാക്കന്മാർ, പോലീസിന് തലവേദനയായി തീർന്ന അനേകർ അവർ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് തലവേദനയായിരുന്ന പലരെയും നിങ്ങൾ നിമിത്തമായിട്ട് ഞങ്ങളുടെ തലവേദന കുറച്ചു എന്ന് പറഞ്ഞ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ദേശത്ത് വലിയ തലവേദനയായിരുന്ന പലരും ഇന്ന് നന്നായിട്ട് കുടുംബം നോക്കി മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഇവർ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വന്നപ്പോൾ പോലീസുകാർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ വ്യക്തികളൊക്കെ ഇവിടെ സാറേ തലവേദനയായി കഞ്ചാവ് അടിച്ച് കിടന്ന ആൾക്കാരാ. ഇപ്പൊ അവർ കഞ്ചാവ് അടിക്കുന്നില്ല. ഇപ്പൊ ആർക്കും തലവേദനയല്ല. ഭാര്യയ്ക്ക് തലവേദനയായിരുന്നു, അവരുടെ മാതാപിതാക്കൾക്ക് തലവേദനയായിരുന്നു. ഇപ്പോൾ അവരാരും തലവേദനയല്ല. അവർ ബൈബിൾ അറിഞ്ഞു. ബൈബിൾ അനുസരിച്ച് ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത് എന്താണെന്ന് മനസ്സിലായി. മദ്യപാനം ഉപേക്ഷിച്ചു. ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ള പല യുവാക്കന്മാരും മദ്യപിക്കുന്നില്ല. പണമില്ലാത്തതുകൊണ്ടല്ല, മദ്യപാനം പാവമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുകൊണ്ട്, ആരുടെ നിർബന്ധപ്രകാരമല്ല, ബൈബിൾ അനുസരിച്ച് അവർ മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വേർപെട്ട് ജീവിക്കുന്നു. എത്ര മനോഹരമായ ജീവിതമാണെന്നറിയാവോ? ഈ ലോകത്തിൽ എന്തെങ്കിലും വലിയ മണിമേട പണിത് സുവിശേഷം അറിയിച്ച് പണമുണ്ടാക്കി കോടീശ്വരനായിട്ട് സുവിശേഷത്തിന്റെ പേരിൽ കിട്ടുന്ന പൈസയെല്ലാം തട്ടിച്ച് വകമാറ്റി സ്വന്തം കുടുംബത്തിനും സ്വന്തം മക്കൾക്കും വേണ്ടി സമ്പാദിച്ച് സ്വാർത്ഥ താല്പര്യം കാണിക്കുന്ന ഒന്ന് ക്രിസ്ത്യാനിത്വമല്ല. അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെയുള്ളവരുണ്ട്. കോടികൾ ക്രിസ്ത്യാനിത്വത്തിന്റെ പേരിൽ തട്ടിച്ച് ജീവിക്കുന്ന പല പുരോഹിതന്മാരോ അല്ലെ പാസ്റ്റേഴ്സോ ഒക്കെ ഇവിടെ കാണും. അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. അവരെ ഞങ്ങൾ ഒരു ക്രിസ്ത്യാനിയായിട്ട് കാണുന്നുമില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ സ്വഭാവം അവനിലുണ്ടായിരിക്കണം. അങ്ങനെ അനേക യുവാക്കന്മാർ ഞങ്ങളുടെ കൂടെ കേരളത്തിൽ എവിടെ നോക്കിയാലും, ഇന്ത്യയിൽ എവിടെ നോക്കിയാലും മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നുകളിൽ നിന്ന്, അതുപോലെ തലവേദന പിടിച്ച ജീവിതത്തിൽ നിന്ന് നേരായ പാതയിൽ നടക്കുന്ന ആയിരങ്ങൾ അനേക സ്ഥലങ്ങളിൽ എഴുന്നേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഞങ്ങളുടെ ക്രിസ്തീയ പ്രസംഗം കൊണ്ട്, ഞങ്ങളുടെ ക്രിസ്തീയ പ്രവൃത്തി കൊണ്ട് അനേകരുടെ ജീവൻ രക്ഷിക്കാൻ, അനേകരുടെ പ്രാണനെ രക്ഷിപ്പാൻ, അനേകരുടെ കുടുംബജീവിതത്തെ സമാധാനപൂർണമാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവിടെ ഇടപെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. അതുകൊണ്ട് ഈ മനോജ് ബ്രദർ ചെയ്യുന്ന പ്രവൃത്തി ബൈബിൾ പ്രകാരം തെറ്റാണ്. ബൈബിളിൽ വിഗ്രഹാരാധന പാപമാണ്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലുമുള്ള ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത്, വണങ്ങരുത് എന്ന് പറയുമ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ട് ദൈവത്തെ ചോദ്യം ചെയ്ത് ദൈവത്തോട് മത്സരിക്കുന്നത് നിർത്തുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.